A sweet her sweeter, therefore a soft pipe lay on. നോക്കൂ, അത് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ കേട്ടതോ മധുരം കേൾക്കാനിരിക്കുന്നതോ അതിമധുരം. വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പാരഡോക്സ്. പാരഡോക്സിന് ഒരു എക്സാമ്പിൾ, വളരെ ക്ലാസിക്കൽ ആയിട്ട് എടുക്കുന്ന എക്സാമ്പിൾ ആണിത്. മീൻസ് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, കേട്ട പാട്ടുകളൊക്കെ മധുരമാണ്. ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ, കേൾക്കാത്ത പാട്ടുകളാണ് കേട്ടതിനേക്കാൾ ഭംഗി എന്നാണ് ഇയാൾ പറയുന്ന ഒരു സാധനം. എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് why? Because the unheard melodies that works in the world of imagination. നമ്മൾ കേൾക്കാത്ത സാധനങ്ങൾ നമ്മുടെ ഇമാജിനേഷൻ ഫീലിങ്സ്, ഇമോഷൻസ്, ഇമാജിനേഷൻ എന്ന് പറയുന്നത് റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഫീച്ചേഴ്സിൽ വരുന്ന സാധനമാണ് ഇമാജിനേഷൻ. ഈസ് ദി മീൻസ് കീറ്റ്സിനെ കുറിച്ച് ഒരിക്കൽ പറയുന്ന ഒരു സാധനം, യു ടോക്ട് അബൌട്ട് മീ ആൻഡ് ബൈറൻ, but there is a great difference between me and Byron, and he writes what he sees, and I describe what I imagine. Mine is the hardest task. Keatsന്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ്. എന്ന് പറഞ്ഞാല് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ആർ എക്സ്പ്ലോറിംഗ് ദി വേൾഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അൺഹേർഡ് മെലഡീസ്, നമ്മൾ കേൾക്കാത്ത പാട്ടുകൾ എപ്പോഴും നമ്മുടെ ഇമാജിനേഷനിലാണ് വർക്ക് ചെയ്ത. കേട്ട പാട്ടുകൾ നമ്മുടെ ഫിസിക്കൽ ഇയേഴ്സ് കൊണ്ടാണ് കേൾക്കണമെങ്കിൽ, കേൾക്കാത്ത പാട്ടുകൾ നമ്മൾ ബൈ യൂസിങ് ആർ സ്പിരിച്വൽ ഇയേഴ്സ് കൊണ്ടാണ്. മീൻസ് ഇമാജിനറി വേൾഡിൽ നിന്നുകൊണ്ട് മാത്രം. Only the person who so there are number of possibilities when it works in the world of imagination. So അതുകൊണ്ടാണ് heard melodies are sweet and those unheard are sweeter എന്ന് പറഞ്ഞത്. അതുകൊണ്ട് look at this, a soft pipe. ഇവിടെയാണ് അനഫോറ വരുന്നത്. സോറി, അനഫോറ അല്ല, അപ്പോസ്ട്രോഫി. അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് അഡ്രസ് ചെയ്തുകൊണ്ട് പോയിട്രിൽ പറയുന്നതാണ്. അപ്പം ഈ അഡ്രസ്സസ് ദി സോഫ്റ്റ് പൈപ്പ്. ഇത് ഇതും കൂടിയാണ്. പിന്നെ എന്താണ് പറയാ, പിന്നെ പെർസോണിഫിക്കേഷനും കൂടിയാണ്. എ സോഫ്റ്റ് പൈപ്പ് പ്ലേ ഓൺ എന്നാണ് പറയുന്നത്. പ്ലേ ഓൺ എന്ന് പറഞ്ഞാൽ പൈപ്പിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അയാൾ എന്ത് പറയുന്നത്, പ്ലേ ഓൺ എന്ന് പറയുന്നത്. പൈപ്പ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം അതിലൊരു in that picture there is a musician who is singing a song, അല്ലെങ്കിൽ he is playing a musical instrument. പൈപ്പ്, ഫ്ലൂട്ട് പോലെ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഫ്ലൂട്ടിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് soft heard melodies are sweet and those unheard are sweeter, therefore soft pipe play on എന്ന് പറഞ്ഞത്. അപ്പം അയാൾ പറഞ്ഞ play on not to the sensual ear but more dear to me, pipe to the spirit, deities of no tone. So you sing the song of you play that musical instrument, means that flute, means pipe, not to the sensual ear nalla, the physical ear nalla, but more dear to me. Edana ear? To my spirit. Deities എന്നുള്ള സ്മോൾ സോങ്സിനെയാണ്, ഷോർട്ട് സിമ്പിൾ സോങ്സിനെയാണ് deities എന്ന് പറയുന്നത്. deities of no tone. ഞാൻ പറഞ്ഞു no tone എന്ന് പറയുന്നത് that works, the unheard melodies are working in the world of imagination. There is no physical manifestation. അതുകൊണ്ടാണ് no tone എന്ന് പറയുന്നത്. That deity short song does not have a physical manifestation because it works in the world of imagination. അതുകൊണ്ടാണ് to pipe to the spiritual ears, not my sensual ear, but my spiritual ears are more dear to me than the sensual ear. So this is why he says that heard melodies are sweet and those unheard are, the heard melodies are to my sensual ear, but those unheard are to my spiritual ears, which doesn't have a tone, no tone, physical manifestation. So fair youth beneath the tree, thou cannot leave thy song, nor ever can these trees be bare. എന്ന് പറയുന്നത് അയാള് പറയുന്നത് ഈ musician is sitting under the shade of a tree and he connects with that
musician, he connects that musician with the tree. He says, fair youths beneath the tree, thou cannot leave thy song. ഈ കാരണം ഇത് എൻഗ്രേവ് ചെയ്യപ്പെട്ടതാണല്ലോ, പിക്ചറിൽ വരച്ചു വെച്ചതല്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇത് വരച്ചു വെച്ച അന്ന് മുതൽ പാടാൻ തുടങ്ങിയതാണ്. അയാൾ he doesn't keep the flute away from his lip. That flute is always close to his lip. നൂറ്റാണ്ടുകളായിട്ട് അയാൾ പാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കിഡ്സ് പറയുന്നത്, by using his imagination. അയാൾ പറയുന്നത് അതുകൊണ്ട് he addresses that youth musician as a fair youth beneath the tree. You are sitting under the tree, thou cannot leave thy song. The youth cannot leave its song. ഏതുപോലെ as the tree cannot be bare. Tree bare ആവാന്ന് പറഞ്ഞാൽ tree cannot leave its leaves. ഈ മരത്തിന് എങ്ങനെയാണോ അതിന്റെ ലീവ്സിനെ പൊഴിക്കാൻ കഴിയാതെ കഴിയും. കാരണം റിയാലിറ്റി ഉള്ള എല്ലാ മരങ്ങളും സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ കഴിഞ്ഞ് ഓട്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊക്കെ ലീവ്സ് ഷെഡ് ചെയ്യും. പക്ഷെ ഈ ചിത്രത്തിലുള്ള ഈ ബിക്കോസ് ഐ ടോൾഡ് യു എവറി പിക്ചർ ഈസ് എ പോസ് ബട്ടൺ ഓഫ് ടൈം. അപ്പൊ ഈ ചിത്രത്തിലെ ഈ മരം പോസ് ചെയ്യപ്പെട്ടതാണ്, അതിന്റെ ഇലകൾ ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ആസ് ദീസ് ട്രീ cannot leave its leaves, the fair youth, the musician, you cannot leave your song. So this is what the first picture he gives us. The very first picture is the picture of a musician. He sings a song and he says that musician cannot leave his song as the tree cannot leave its leaves. Right. So this is why he says that music has no tone, because that is associated with the spiritual ears. Or the fair youth to continue play on that music, because the unheard melodies are sweeter. So this is what the first picture he gives us here. So look at the next one. He talks about a പിക്ചർ കണ്ട് അടുത്ത പിക്ചറിലേക്ക് അയാൾ മൂവ് ചെയ്യണം. അപ്പൊ അടുത്ത പിക്ചർ നോക്കിയിട്ട് അയാൾ പറയുന്നത് വൺ ബോൾഡ് ലവർ നെവർ canst thou kiss, though winning near the goal yet do not grieve. ശരിക്കും വേഗം പറഞ്ഞു പോണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പിക്ചറിൽ ഒരു ലവർ ഉണ്ട്. ഈ ലവറിന്റെ ലിപ്സ് ആർ വെരി ക്ലോസ് ടു ഹിസ് ഹർ ചീക്ക്. impart his kiss. അയാള് ചിത്രത്തിൽ കിസ്, പിന്നെ അയാളുടെ ലിപ്സ് മറ്റാളുടെ എന്താണ് ചീക്കിനോട് വളരെ ക്ലോസ് ആയി നിൽക്കാണ്. ആ നൂറ്റാണ്ടുകളോളം ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കാണ്. ചിത്രത്തിൽ ഇങ്ങനെ ഫ്രോസൺ ആയി നിൽക്കില്ലേ. അപ്പൊ ആ കിസ് അയാൾ കൊടുത്തിട്ടില്ല എത്ര നൂറ്റാണ്ടായിട്ടും. അപ്പൊ ആ ലവറിനെയാണ് ഇയാൾ എന്ത് വിളിക്കുന്നത്, ബോൾഡ് ലവർ. എന്നിട്ട് അയാൾ പറയും നെവർ ക്യാൻ ദൗ കിസ്, യു കനോട്ട് കിസ് ഹർ though winning near the goal, though your lips are near her cheek, right? Near the goal എന്ന് പറഞ്ഞാൽ നിന്റെ ഗോളിന്റെ അടുത്താണ്. yet എന്നിരുന്നാലും do not grieve, don't be sad. നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാര്യം എന്താ, she cannot fade. നിങ്ങളുടെ ലവ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫെയ്ഡ് ആവൂല. ലവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫെയ്ഡ് ആയി പോവില്ല. thou has not thy bliss. നിനക്ക് നിന്റെ ബ്ലിസ് ഇല്ലെങ്കിൽ എന്ത്, though you cannot kiss her, അതാണ് thou has not your bliss. Bliss imparting your kiss. Thou could not impart your kiss, don't be grieved, don't be sad. Though winning near the goal, you cannot kiss her. Why? Because she cannot fade. Because in real life, every love, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈൻ ഉണ്ട്, ലവ് കനോട്ട് ബൈൻഡ് ദം ബിയോണ്ട് ടുമോറോ. നാളേക്കപ്പുറം ഒരു പ്രണയവും എന്ത് ചെയ്യുന്നില്ല ബാക്കിയെന്ന്, അതിന്റെ ഇന്റൻസിറ്റിയോട് നിൽക്കണില്ല. കാര്യം ഫെയ്ഡഡ് ആണ്. ബിക്കോസ്
no one can preserve love with that intensity for a long time in our real life. But in this world of imagination and world of picture, she cannot fade. അതുകൊണ്ട് though you cannot kiss her, you cannot have your bliss, don't be grieved because she cannot fade. Forever wilt thou love, forever she be fair എന്നാണ് ഞാൻ പറയുന്നത്. നീ എത്ര കാലം പ്രണയിക്കുന്നു അത്ര കാലം അവൾ എന്തായിരിക്കും, ഫെയർ ആയിരിക്കും. നമ്മുടെ റിയൽ ലൈഫിൽ എത്ര കാലം പ്രണയിക്കുന്നു അത്ര കാലം ഇങ്ങനെ ഫെയ്ഡായി അല്ലെങ്കിൽ പിന്നെ ഓൾഡ് ഏജ് ആയി, പിന്നെ ഇങ്ങനെ പിന്നെ ബ്യൂട്ടി ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പോവുകയും ചെയ്യാം. പക്ഷെ ഈ പിക്ചറിലായതുകൊണ്ട് തന്നെ forever will thou, forever wilt thou love, forever you love her, forever she be fair. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് don't be grieve. നിങ്ങൾക്ക് കിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും don't be sad because your love is always be fair and she cannot fade. So here you can find this conflict very clear, means the mortality and immortality. Another side, this conflict is developed into the form of the conflict between the reality and the imagination. The imaginary world is fair, beautiful, always constant, always means more immortal. On the other side, the real world is fading and mortal and full of sorrows, grief and all these things. So this is why he calls this lover as a old lover, and this is why he says you cannot be, don't be grief. So these are two pictures we are given in the first part, and the first one is the picture of a musician. He is playing a music or pipe, musical instrument. Another one is the picture of a lover who is trying to kiss, but he doesn't impart his kiss, and he calls that lover as a bold lover. This is the second stanza. Anything to be clear? Anything to be discussed? എന്തെങ്കിലും ഉണ്ടോ? രണ്ട് ഇമേജസ് ക്ലിയർ ആണോ? ക്ലിയർ സർ. സെക്കൻഡ് സെൻസ് ക്ലിയർ അല്ലേ? യെസ് സർ. ഇനി തേർഡ് സ്റ്റാൻസിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കും. എനിക്കെന്റെ പിന്നെ ഈ നെറ്റ് ഒന്ന് സ്വിച്ച് ചെയ്യണം. ചിലപ്പോ ഞാൻ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി കയറും കേട്ടോ. ജംഷീർ ഇവിടെ ഉണ്ടോ? ജംഷീർ, ക്യാൻ യു ഹിയർ മീ? നിങ്ങൾ ലീവ് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് അടുത്ത എന്റെ നെറ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് രണ്ടാമത് ജോയിൻ ചെയ്യാം. നിങ്ങളെ വിളിക്കണ്ടേ? ഇതിൽ നിങ്ങൾ അയാളെന്താ ലീവ് ചെയ്യാനാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, can anyone respond? Yes sir, it's okay. ക്ലിയർ ആണല്ലേ? Yes. ഇനി അടുത്ത സ്റ്റാൻസിൽ ഇപ്പം ഈ രണ്ട് സ്റ്റാൻസ് മനസ്സിലായി വിചാരിക്കണം. പിന്നെ ഫസ്റ്റ് സ്റ്റാൻസ് കുറച്ച് വിട്ടു നിന്നിട്ട് കുറെ സാധനങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാണ്. രണ്ടാമത്തെ സ്റ്റാൻസ് വളരെ പെർട്ടിക്കുലർ രണ്ട് ഇമേജിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോയ സ്റ്റാൻസ് ആണ്. അപ്പൊ ഈ തേർഡ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ തേർഡ് സ്റ്റാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ രണ്ട് ഇമേജ് പറഞ്ഞില്ലേ, ഒരു മ്യൂസീഷ്യന്റെ ഇമേജും ഇയാൾ തേർഡ് സ്റ്റാൻസ് പറയുന്നത്. എന്തുകൊണ്ടാണ് why does he call this lover as a pipe? Why does he address the pipe, or why does he address this pipe to play on? അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ഫിലോസഫിയാണ് ഇവിടെ തേർഡ് സ്റ്റാൻസ് പറയുന്നത്. happy bows that cannot shed your leaves nor ever bid the spring adieu. happy bows. അയാളിങ്ങനെ ബോ എന്ന് പറയുന്നത് ശരിക്കും ഗ്രേറ്റ് ബ്രാഞ്ചിനെയാണ്, മീൻസ് മെയിൻ ബ്രാഞ്ചസ് ഓഫ് എ ട്രീനെയാണ് നമ്മള്
എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ആണ്. അപ്പൊ ഇയാള് ഈ ട്രീനെ അഡ്രസ് ചെയ്യുന്നു ഇവിടെ. ഹി സേസ് ഹാപ്പി ഹാപ്പി ബോസ്. ഈ ട്രീന്റെ ബ്രാഞ്ചസിനെ അയാള് ഭയങ്കര ഹാപ്പി ആയ ബ്രാഞ്ചസ് എന്നാണ് പറയണത്. കാര്യം പറയാനുള്ള കാരണം ദാറ്റ് കനോട്ട് ഷെഡ് യുവർ ലീവ്സ്. ആ ബോസിന്, ആ ബ്രാഞ്ചസിന് ഒരിക്കലും അതിന്റെ ലീവ്സിന് എന്ത് ചെയ്യേണ്ടതില്ല, ഷെഡ് ചെയ്യേണ്ടതില്ല ഒരിക്കലും. കാരണം ആൾവേസ് ദാറ്റ് ലീവ്സ് ബ്ലൂം ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കും. കാരണം നമ്മളെ റിയാലിറ്റി, ഐ ടോൾഡ് യു ദിസ് ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ. ഇമാജിനറി വേൾഡിലൊക്കെ ഫെയർ ആണ്, സന്തോഷാണ്, ഹാപ്പിയാണ്. റിയാലിറ്റിയിലൊക്കെയും സങ്കടാണ്, പ്രശ്നമാണ്, മോർട്ടലാണ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് കനോട്ട് ഷെഡ് യുവർ ലീവ്സ് means the bose cannot shed its leaves. അതുകൊണ്ട് തന്നെ you are a happy bose. നൂറ്റാണ്ടുകളായിട്ട് ഇലകളെ പൊഴിക്കാതെ നിർത്തുകയാണല്ലോ. nor ever bid spring adieu. സ്പ്രിങ്ങിന് ഞാൻ പറഞ്ഞു, this poem was also written in a spring season. nor ever bid farewell. adieu എന്നുള്ള വാക്ക് is a French origin word, you know. adieu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ എന്നാണ് അർത്ഥം. സ്പ്രിങ് എഡിയു എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്പ്രിങ്ങിനോട് വിട പറയേണ്ടി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾവേസ് ബി ഇൻ സ്പ്രിങ് ആയിരിക്കും. ഈ മരം എല്ലായ്പ്പോഴും സ്പ്രിങ്ങിലായിരിക്കും. റിയാലിറ്റിയിൽ ഒരിക്കലും ഒരു മരത്തിന് എന്ത് ചെയ്യില്ല, സ്പ്രിങ് നിൽക്കാനില്ല. ഇഫ് സ്പ്രിങ് കംസ് ക്യാൻ പിന്നെ ഓട്ടം ബി ഫാർ ബിഹൈൻഡ് എന്ന് പിന്നെ നമ്മള് ഷെല്ലി പറയില്ലേ, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞ പോലെ സ്പ്രിങ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ശേഷം എന്ത് ചെയ്യും, ഓട്ടം വരും, ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷെ ഈ ചിത്രത്തിലുള്ള ഇലകൾ ഒരിക്കലും കൊഴിയൂല എന്നുള്ളത് കൊണ്ടാണ് ഹി കോൾസ് ദിസ് ബോസ് ആർ ഹാപ്പി ഹാപ്പി ബോസ്. നോക്കൂ, നെക്സ്റ്റ് ആള് അഡ്രസ് ചെയ്യുന്ന അടുത്ത പിന്നെ മെലോഡിസ്റ്റിന് ഹാപ്പി മെലോഡീസ്. why you are happy melodist musician എന്ന് അഡ്രസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു. അൺവാരീഡ് ആണ്. അൺവാരീഡ്, വാരിനസ് കീറ്റ്സ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാരിനസ്. നൈറ്റിംഗേൽ ഇയാൾ പറയുന്ന 3 വാക്ക് ഇയാളുടെ വാരിനസ്, ദ ഫീവർ ആൻഡ് ഫ്രെറ്റ് എന്നാണ്. വാരിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, ക്ഷീണം, ടയേർഡ്, ഫീലിംഗ് ഓഫ് ഷോയിങ് എക്സ്ട്രീം ടയേർഡ്നെസ്സിനാണ് ശരിക്കും വാരിനസ് എന്ന് പറയാം. സോ ഹാപ്പി മെലോഡിസ്റ്റ്, ഇയാളെ മെലോഡിസ്റ്റിനെ ഹാപ്പി മെലോഡിസ്റ്റ് വിളിക്കുക. കാരണം അൺവാരീഡ് ആണ്. യു നെവർ ഫീൽ ദ ടയേർഡ്നെസ്. കാരണം നൂറ്റാണ്ടുകളായി മുന്നേ വരച്ച ചിത്രത്തിൽ നീ അന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിനക്ക് ക്ഷീണമില്ല നിന്റെ പാട്ടിൽ. ഫോർ പൈപ്പിംഗ് സോങ്, ഫോർ എവർ ന്യൂ. മാത്രമല്ല രണ്ടാമത്തെ ഒരു സാധനം എന്താ വെച്ചാല്, നീ പാടുന്തോറും നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പുതിയ പാട്ടുകളാണ്. നമ്മളൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എത്ര രസമുള്ള പാട്ട് കേട്ടാലും കുറെ നേരം കേട്ട് കഴിഞ്ഞാൽ മടുത്തു. എത്ര രസമുള്ള ക്ലാസ് കേട്ടാലും കുറെ നേരം കേട്ട് കഴിഞ്ഞാൽ മടുത്തു എന്നുപോലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് എത്ര കേൾക്കുന്നോ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഫോർ എവർ ന്യൂ ആണ്. ഇത് നമ്മളെ പിന്നെ qualifies this second line. Means heard melodies are seen, then those unheard are sweeter. Why this is sweeter? Forever new on, because it is to the spirit on, means no tone on, because it works in the world of imagination. Imagination നമുക്കൊണ്ടാണ് ഇതെന്ത് ചെയ്യണത്, ഫോർ പൈപ്പിംഗ് സോങ്. നമ്മളിപ്പോ ഒരു ചിത്രം കണ്ടിട്ട്, യേശുദാസ് പാടുന്ന ചിത്രം കണ്ടിട്ട് ആ ചിത്രം നമ്മൾ എത്ര തവണ നോക്കുന്നു അത്ര തവണ നമുക്ക് പുതിയ പാട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. എത്ര തവണ ഇമാജിൻ ചെയ്യണം അത്ര തവണ പുതിയത് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് യു ആർ ദി ഹാപ്പി മെലോഡിയസ്റ്റ് ഇൻ ദിസ് വേൾഡ്. പക്ഷെ കിഡ്സിന് ഈ ഹാപ്പി ബോസ് ഹാപ്പി മെലോഡി പറയുമ്പോ ശരിക്കും കിഡ്സ് വാസ് നോട്ട് അയാള് ഹാപ്പി ആയിട്ട് തോന്നാൻ കാരണം കിഡ്സ് വാസ് നോട്ട് ഹാപ്പി ഇൻ ഹിസ് റിയൽ ലൈഫ്. അതുകൊണ്ടാണ് അയാള് കാണുന്നൊക്കെ ഹാപ്പി ആയിട്ട് തോന്നുന്നത്. ബോസ് ഹാപ്പിയാണ്, മെലോഡിസ്റ്റ് ഹാപ്പിയാണ്, ബിക്കോസ് അൺവാരീഡ് ആണ്. കാരണം വെച്ചാൽ ട്യൂബർക്ലോസ് വന്ന ആൾക്ക് ആദ്യം വരുന്ന ഒരു സാധനം വാരിനസ് ആണ്. അപ്പം ഹീസ് ടയേർഡ്. ദിസ് ഇസ് വൈ ഹി ഐഡന്റിഫൈസ് ദിസ് മെലോഡിസ്റ്റ് ആസ് അൺവാരീഡ് ആൻഡ് ഫോർ എവർ പൈപ്പിംഗ് സോങ് ഫോർ ആൾവേസ് ഫ്രഷ് ആണ്. That world is always fresh. എന്നിട്ട് next line നോക്കൂ, more happy love, more happy love. He uses the word happiness 3 times in a single line. Why? Because when he talks about this love, നേരത്തെ ബോനെ പറ്റി പറഞ്ഞു,
മെലോഡിസ്റ്റിനെ പറ്റി പറഞ്ഞു. Then there was a lover who is trying to kiss, and he addresses that lover as a happy lover. Don't be grieved എന്നൊക്കെ പറഞ്ഞ ആ ലവർ ഇല്ലേ, അതിനെ കുറിച്ചാണ് പറയുന്നത്. You are the happiest lover in this world. Why? Forever warm and still to be enjoyed. Forever warm. നീ എത്ര കാലം, കാരണം നീ once you imparted that kiss, you will lose the warmth. നിനക്ക് ആ വാംത്തും പാഷനൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ നീ ആ കിസ് ഇമ്പാർട്ട് ചെയ്യാത്തടത്തോളം കാലം സ്റ്റിൽ ടു ബി എൻജോയ്ഡ് ആണ്. എനിക്ക് ഇനിയും എൻജോയ് ചെയ്യാനുള്ള മീൻസ് ദി ബെസ്റ്റ് ഈസ് എറ്റ് ടു ബി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ നിനക്ക് ഇനിയും എൻജോയ് ചെയ്യാനുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ അത്ര കാലം the warmth is preserved. No one can preserve that passion and warmth towards your lover for a long time as this lover did. അതുകൊണ്ടാണ് he calls that lover as the happy love or happy love എന്ന് വിളിക്കുക. Because forever warm, forever still to be, still എന്നുള്ള വാക്കിന്റെ still to be enjoyed. എനിക്ക് ഇനിയും എൻജോയ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാള് ആ ലവറിനോട് എന്ത് പറയുന്നത്, ഡോണ്ട് ബി ഗ്രീവ്ഡ്, നോട്ട് ഗ്രീവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഷീ കനോട്ട് ഫെയ്ഡ്. അതിന്റെ കൂടെ പറയുന്ന സാധനമാണ് എന്ത്, ഫോറെവർ എന്താണ്, ഫോറെവർ വാം സ്റ്റിൽ ടു ബി എൻജോയ്ഡ്. നെക്സ്റ്റ് വൺ ഫോറെവർ പാന്റിങ്, ഫോറെവർ യങ്. പാന്റിങ് എന്ന് പറയുന്നത് ശരിക്കും ബ്രീത്ത് ആണ്. ബ്രീത്തിങ് വിത്ത് എ ഷോർട്ട് ഓർ ക്യൂബ് ബ്രെത്ത് or out of breath ആണ് പാന്റിങ്. കഥക്കണിയാണ് ശരിക്കും പാന്റിങ്. ഫോറെവർ പാന്റിങ്, ഫോറെവർ യങ്. ഈ ഫോറെവർ യങ് എന്ന് പറയുന്നത് നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ ശ്വസിക്കണതിനനുസരിച്ച് നമ്മൾ യൂത്ത് കഴിഞ്ഞ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് പോവാണ് ചെയ്യും. പക്ഷെ ചിത്രത്തിലുള്ള ഈ ലവറ് എത്ര കാലം പാന്റ് ചെയ്യണോ അത്ര കാലം he preserves his youth. ഇവിടെ പറയുന്നത് you preserve your youth ആണ് ട്ടോ. നേരത്തെ പറയുന്നത് your lover also preserves her youth. She cannot be fair. Means രണ്ടാളും they both of them preserve the youth forever. എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കീറ്റ്സിന്റെ ഉള്ളിലുള്ള ടെൻഷനാണ് ശരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വായിക്കുന്നത്. കീറ്റ്സ് വാസ് വെരി മച്ച് ടെൻസ് because he was preparing himself to meet his death. Because by 1819 the first lung hemorrhage comes and second very severe lung hemorrhage comes, and he is diagnosed as a patient and he is going to face his last breath. Or so he cannot preserve his youth for a long more and he is going to die. So അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് ഇയാൾക്ക് കാണുന്ന ഈ യൂത്തിനെ അല്ലെങ്കിൽ ഈ ലവർ എന്ന് തോന്നുന്നത് forever panting, forever young you are and your love cannot fade her youth. So this is why he calls that lover as a happy love, right? Happy love, more happy you have with her. So this is what the philosophy he keeps in his mind. Because the best is yet to be. Something should be there in our life to be enjoyed. Once you are enjoyed one thing, you will lose this പിന്നെ എന്താ പറയാ അതിന്റെ ഒരു പാഷനും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ എൻജോയ് ചെയ്യാതെ നിൽക്കുന്നിടത്തോളം കാലം യു ക്യാൻ പ്രിസർവ് ദാറ്റ് പാഷൻ. അതാണ് ഇയാളുടെ ഒരു ഫിലോസഫി, അത് പറയുന്നതാണ്. ഇനി ഈ തേർഡ് സ്റ്റാൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ 3 lines are very much important. Because except these 3 lines, the entire poem is talking about celebrating the eternity or immortality or Grecian earth or imaginary world or the world of art. ഇതൊക്കെ പാരലൽ ആയി പോകുന്ന വേൾഡ് ഓഫ് ആർട്ട്, ഇമാജിനേഷൻ, ദി ഗ്രേഷ്യൻ ഏൺ, പിന്നെ അതുപോലെ തന്നെ പോയട്രി, പിന്നെ അതുപോലെ തന്നെ എറ്റേണിറ്റി, ഇമ്മോർട്ടാലിറ്റി, അതിന്റെ ഒരു സെലിബ്രേഷൻ ആണ് ഇത് മുഴുവൻ. പക്ഷെ എക്സെപ്റ്റ് ദീസ് 3 lines. Why? Because in this 3 lines he talks about the reality. He talks about the life. He talks about means the mortality. He talks about the life upon
ടെറസ്ട്രിയൽ ലൈഫ്. അപ്പം റിയാലിറ്റിയെ കുറിച്ചിട്ട്, ലൈഫിനെ കുറിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിനെ കുറിച്ച് പറയുന്ന 3 ലൈനാണിത്. അപ്പൊ ഈ ലൈനും ബാക്കി ലൈനോടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഈ ലൈനിലാണ് റിയാലിറ്റി മൊത്തം ഉള്ളത്. ഈ ലൈനിലാണ് പിന്നെന്തുള്ളത്, പിന്നെ മോർട്ടാലിറ്റി. എന്താണ് മോർട്ടാലിറ്റി എന്ന് അയാൾ പറയുന്നത് ഈ 3 ലൈൻ. സോ ദിസ് ഇസ് വൈ ദീസ് 3 ലൈൻസ് ആർ വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഈ 3 ലൈൻസ് ഇതിൽ ഉള്ളതുകൊണ്ടാണ് ഇറ്റ് ബിക്കംസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മോർട്ടാലിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ആർട്ട്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എറ്റേണിറ്റി ആൻഡ് മോർട്ടാലിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഇങ്ങനെ കോൺഫ്ലിക്ട് വരാൻ കാരണം ബിക്കോസ് ദീസ് 3 ലൈൻസ്, 3 ലൈൻ സ്റ്റാൻഡ്സ് ഫോർ ദി റിയാലിറ്റി. നോക്കൂ, ഈ 3 ലൈനിൽ റിയൽ ലൈഫിനെ കുറിച്ചാണ് എന്താ പറയുന്നത്? ഓൾ ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ ഫാർ അബൌവ്. ഈ ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ എന്ന് പറയുന്ന റിയൽ പീപ്പിൾ അപ്പോൺ ദിസ് എർത്ത്. ശ്വസിക്കണ മറ്റാള് ശ്വസിക്കണില്ലല്ലോ, ചിത്രത്തിന്റെ ഭാഗമല്ല, പാർട്ട് ഓഫ് ആർട്ട് അല്ലേ. പക്ഷെ ഞങ്ങൾ ശ്വസിക്കണ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പാഷൻ ഈസ് ഫാർ അവേ ഫ്രം യുവർ പാഷൻ, യുവർ എറ്റേണൽ പിന്നെ ബ്യൂട്ടിഫുൾ, ആൾവേസ് ബി ഫെയർ ആയ പാഷൻ. ഞങ്ങളെ പാഷനൊക്കെ ഫാർ അവേ ആണ്. അതിന് കാരണം എന്താ? ദാറ്റ് leaves our heart in high sorrowful and cloyed. ഞങ്ങളെ ഹാർട്ട് എപ്പോഴും ഞങ്ങളെ ഹൈ sorrowful. Our heart is always filled with sorrows, always filled with ക്ലോയിഡ് എന്നുള്ള വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ കട്ട പിടിച്ചിരിക്കുകയാണ്. ക്ലോയിഡിന്റെ വാക്ക് ക്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിച്ചില്ല. ലൈഫ് അപ്പോൺ മീൻസ് സോറോസ് അപ്പോൺ സോറോസ്. അങ്ങനെ അവർ ഹാർട്ട് ഈസ് ആൾവേസ് ഫിൽഡ് വിത്ത് സോറോസ്. That leaves a burning forehead, that leaves a parching tongue. These are 3 images he takes to talk about the reality. ബേണിംഗ് ഫോർ ഹെഡ് എന്ന് പറയുന്നത് വിയർപ്പ് തുള്ളികളുള്ള നെറ്റിത്തടം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴാണ് നമ്മൾ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ വരിക? നമ്മൾ ടെൻസ്ഡ് ആവുമ്പോഴാണ്. സോ that indicates the tension that we carry is in our heart. സാധാരണ പറയുന്നത് heart is a seat of emotions and face is the mirror, and face reflects the emotions that we carry is inside our heart. So burning forehead, that indicates the sorrows that heart carries. And parching tongue, parching ulla vaakinte artham especially causing dryness through intense heat and parching tongue, വരണ്ട നാവുകൾ എന്നാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്. So these are 3 images he takes. He says പിന്നെ പിന്നെ നൈറ്റിംഗേൽ പറയുന്ന ഒരു ലൈന്, to think is to be full of sorrows. നൈറ്റിംഗേലിലെ റിയാലിറ്റിയെ കുറിച്ച്, to think is to be full of sorrow. The more we think, the more our heart is filled with the sorrows. So in real life, in our youth, in the breathing human beings upon this earth, in the terrestrial world, our passion is far away from yours because it leaves our heart with high sorrowful and which is cloyed, and which leaves with the burning forehead and parching tongue. And this is what the reality we face in our life. This is why he says that the bows are happy and the melodist is happy and the lover is happy, because your passion is far away from us. You are still, because there is something forever warm in your life, still to be enjoyed in your life. But in our life, everything is getting declined or getting faded away, and that leaves a sorrowful heart, burning forehead and parching tongue. So, and this is why, and because of this and all these which are the part of this picture which is engraved upon this Grecian urn, is immortal, is happy, is eternal, is imaginary, is artful, and all these things. So understood the 3rd stanza as well. Yes, sir. Clear?
It's fine. Doubts ഒന്നുമില്ലല്ലോ. നെക്സ്റ്റിലേക്ക് പോവാം. Okay. So we talked about two pictures, right? And we talked about the philosophy behind the picture. And the third picture comes here. And the fourth stanza is very much important because in which he flies on the viewless wings of imagination, and he breaks or he trespasses all the boundaries of imagination. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷന്റെ എല്ലാ ബൗണ്ടറികളും മറികടന്ന് അയാൾ പോകുന്ന ഒരു പിന്നെ സ്റ്റാൻസയാണ് ഈ തേർഡ് സ്റ്റാൻസ, ഫോർത്ത് സ്റ്റാൻസ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫോർത്ത് സ്റ്റാൻസയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം വെച്ചാല് ഫോർത്ത് സ്റ്റാൻസയിൽ അയാള് പറഞ്ഞുതരാം. നോക്കൂ, ഈ ഫോർത്ത് സ്റ്റാൻസയിൽ അയാള് ഈ ഫസ്റ്റത്തെ ഈ 4 ലൈൻസിലാണ് അയാള് എന്ത് പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസയിൽ ഞാൻ പറഞ്ഞില്ലേ 4-6 ലൈൻസ് ആണല്ലോ ഉള്ളത്, എല്ലാ സ്റ്റാൻസ് 10 ലൈനില്ല. അതില് ഫോർത്ത് സ്റ്റാൻഡിലെ ഈ 4 ലൈനിൽ അയാൾ എന്ത് പറയുന്നുള്ളൂ, ഈ ഗ്രേഷ്യൻ ഏണിന്റെ പുറത്ത് പിന്നെ എൻഗ്രേവ് ചെയ്ത പിക്ചറിനെ കുറിച്ച് അയാൾ പറയുന്നുള്ളൂ. നല്ല ശ്രദ്ധിക്കുക. നമ്മളിപ്പോ 2 പിക്ചർ ആണ്, ഒന്ന് പിന്നെ ഒരു ലവറിനെ കുറിച്ച് പറഞ്ഞു, ഒരു മെലോഡിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു മെലോഡിസ്റ്റിന്റെ പിക്ചർ അവിടെ ഉണ്ട്, ഗ്രേഷ്യൻ ഉണ്ട് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ ഒരു ലവർ ഉണ്ട്, ലവർ ഈസ് ട്രൈങ് ടു കിസ് ഹിസ് ലവ് അവിടെ ഉണ്ട്. അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു പിക്ചറാണ് ഇയാള് ഈ 4 ലൈനിൽ പറയുന്നത്. നോക്കൂ എന്താണ് ആ പിക്ചർ നോക്കൂ. Who are these coming to the sacrifice? Means that may be number of people who are coming to the sacrifice. Sacrificeൽ വരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പിക്ചർ ആയിരിക്കും. By looking at this picture he asked another പിന്നെ എന്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? Rhetorical question. Very good. Rhetorical question he asked here. Who are these coming to the sacrifice? ആരാണ് ഈ സാക്രിഫൈസിൽ വരുന്ന ഈ ആൾക്കാരൊക്കെ ആരാണ്? These എന്നാണ് ചോദിച്ചത്. Means number of people. This might be the picture of people who are coming to the sacrifice. Then to what green altar? And he talks about an altar which is green in color. And here you can notice all the elements of romanticism, because sacrifice, green altar. Look at this. Oh, mysterious priest. ഈ number of people are coming, and they are coming into the sacrifice, and there is a green altar, means might be the part of the sacrifice, and they are led by, or they are led by a mysterious priest. And priest, you know, ഒരു പിന്നെ clergy means religious person ഉണ്ട്, അവരൊക്കെ നയിച്ചുകൊണ്ടിരുന്നത് റിലീജിയസ്. ആൻഡ് ദിസ് പ്രീസ്റ്റ് ഈസ് മിസ്റ്റീരിയസ്. ഈ വാക്കും ശ്രദ്ധിക്കാനാണ് മിസ്റ്റീരിയസ്. കാരണം what is negative capability? Man is capable of being in mystery. ജസ്റ്റ് വെയിറ്റ് ചെയ്യടാ. സാർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. സാറിൻ്റെ റിക്വസ്റ്റ് ഉണ്ട് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യേ.
ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സാർ ലെഫ്റ്റ് ആയതാണ്. സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ കം ബാക്ക്. സാറേ സർ അഷ്ഫർ സാർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? റെഡി റെഡി റെഡി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഹു ആർ ദീസ് കം. ഇപ്പം സംഭവം എന്താ വെച്ചാൽ ഇത് ശരിക്കും റൊമാൻറ്റിസം എന്താന്നുള്ളതിൽ മുഴുവൻ ഉണ്ട്. ഈ 4 ലൈനുണ്ട് റൊമാൻറ്റിസം മീൻസ്. എന്താണ് സാറേ സ്ക്രീൻ വിസിബിൾ അല്ല നമുക്ക്. സ്ക്രീൻ പോയാ? വെയിറ്റ്. വിൻഡോ ക്ലിയർ ആണോ? ഓക്കെ ഇപ്പോൾ റെഡി. പിന്നെ എന്താണ് സൂപ്പർ നാച്ചുറൽ തിങ് ഇവിടെ ഗ്രീൻ ആണ്, പിന്നെ നേച്ചുറൽ ആണ്, മിസ്റ്റീരിയസ് പ്രീസ്റ്റ് ഉണ്ട്. All these things are part of romanticism. Anyhow, this is the picture he saw on the side of this Grecian art. നോക്കൂ, ഇനി ഈ 6 ലൈനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ അവിടെ കണ്ട സാധനമല്ല, അവിടെ കണ്ട ഈ പിക്ചർ ഉപയോഗിച്ചിട്ട് അയാൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ സ്റ്റാൻസയില് ഹി ബ്രേക്സ് ഓൾ ദി ബൗണ്ടറീസ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് he flies on the viewless wings of imagination എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ആ പിക്ചർ വെച്ചിട്ട് അയാൾ ഇമാജിൻ ചെയ്താണ്. ഈ ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആളുകളൊക്കെ പിക്ചറിന്റെ ഭാഗമായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിക്ചറിന്റെ ഭാഗമായതല്ല. അപ്പൊ ഇവരൊക്കെ ഏത് ഗ്രാമത്തിൽ നിന്ന് വന്നതായിരിക്കും? ആ നാട് ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്യാണ്? സൈലന്റ് ആയി കിടക്കല്ലേ. അപ്പൊ ആ നാടിൽ ഒരു സൈലൻസ് എങ്ങനെയായിരിക്കും? ആ നാടിനെ കുറിച്ച് ഈ ചിത്രത്തിലൊന്നും പറയാം. നമ്മളിപ്പം ഒരു ചിത്രത്തിൽ കുറെ ആളുകളെ കണ്ടിട്ട് ആ ആളുകൾ മുഴുവൻ ഏതോ നാട്ടിൽ നിന്ന് വന്നതായിരിക്കൂലേ. ആ നാട്ടിൽ അന്ന് ഇവര് വന്നപ്പോ ആ നാട് കാലിയായതല്ലേ. ആ നാട്ടിൽ ഇപ്പോഴും ആ സൈലൻസ് ഉണ്ടാവൂലേ. അവിടെ ഒരു മനുഷ്യന് ഇവിടെ തിരിച്ചു പോയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഹി ഇമാജിൻസ് അബൌട്ട് ദി place from where these people are coming from, right? So look at this, the way he says, what little town by river or seashore. When he imagines about that town, that might be അത് എവിടെ എന്നുള്ളതല്ല പ്രശ്നം ആൾക്ക്. Maybe by the side of river, maybe by the shore of sea, maybe on mountain built with a peaceful citadel. Peaceful citadel എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോട്ടോസിനാണ് സിറ്റഡൽ എന്ന് പറഞ്ഞാൽ. ഫോട്ടോസ് ആണ് കോട്ടകളില്. പീസ്ഫുൾ സിറ്റഡൽ ആയിരിക്കും. കാര്യം ചിലപ്പോ അവര് നദിന്റെ സൈഡിൽ നിന്നോ സീന്റെ ഷോറിൽ നിന്നോ എന്നുള്ള ആളുകളായിരിക്കും. ചിലപ്പോ ഒരു മൗണ്ടെയിൻ ബിൽറ്റ് ആയ പീസ്ഫുൾ സിറ്റഡൽ എന്നായിരിക്കും. ഫ്രം വേർ ദേ ആർ കമ്മിങ് എന്നുള്ളതല്ല അയാളുടെ പോയിന്റ്. വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഈസ് ദാറ്റ്? കാര്യം അത് ലുക്ക് അറ്റ് ദിസ് ഈസ് എംപ്റ്റീഡ് ഓഫ് ദിസ് പ്ലേ ഫോക്ക്. Folk means these people. What little town is emptied of this folk, or this pious morn. Morn means morning. Pious morning because in this morning the sacrifice is going to happen. So in this pious morning that town is emptied of this folk. The town may be by the side of river or seashore, maybe built with peaceful citadel. അപ്പം എവിടെ എന്താണ് എന്നുള്ളതല്ല, ആ സ്ഥലം ഈസ് എംപ്റ്റീഡ് ഓഫ് ദിസ് പീപ്പിൾ. ദിസ് പീപ്പിൾ എന്ന് പറയുന്നത് ഹു ആർ ദീസ് കമ്മിങ് ടു ദ സാക്രിഫൈസ്. ഈ ചിത്രത്തിൽ നോക്കിയിട്ടാണ്, റൈറ്റ്? എംപ്റ്റീഡ് pious morning. And this little town by that street forevermore will be silent. അതാണ് അയാളെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആക്കുന്നത്. That town might be forever silent. That street forevermore will silent be, and not a soul to tell why thou art desolate can ever return.
So no soul can go back to that town, return to that town. No soul can go back and tell that town why you are desolated. ഒരാൾ അങ്ങോട്ട് പോകില്ല, because all are frozen here as part of this, what ആണ് a picture. All are frozen here, so no one can go back. Appa ask that no one can go, no soul can go back or return back to that place and tell that place why that place is desolated. So that place will always be silent. അതായത് വരച്ച അന്ന് മുതൽ ആ സ്ഥലം എന്താണ്, സൈലന്റ് ആണ്. ഇത്ര നൂറ്റാണ്ടുകളായും സൈലന്റ് ആണ്. ഇപ്പോഴും ആ സ്ഥലം സൈലന്റ് ആണ്. ഇനിയുള്ള കാലം മുഴുവൻ ആ സ്ഥലം എന്തായിരിക്കും, സൈലന്റ് ആയിരിക്കും. ആ സ്ഥലത്തൊരു സൈലൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അയാൾ വണ്ടർ ചെയ്യാണ്. ഈ സ്ഥലം, that place is not mentioned, that place is not pictures, that place is not engraved upon the Grecian earth. But by looking at the people who are coming into the sacrifice, which is engraved upon the Grecian earth, he imagines about that place. So this is why I told you this last but one stanza, penultimate stanza, is very much important, because he travels beyond the pictures which are engraved upon, which is engraved upon this Grecian earth. Clear ano? Clear answer. Going to the last stanza. So we are given 3 pictures and details of the pictures and philosophy about these pictures. And coming to the last stanza, I told you once again, ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻസ് ലാസ്റ്റ് സ്റ്റാൻസ് ഇപ്പം കിഡ്സ് കുറെ വിട്ടുനിന്നിട്ട് ആ ഫസ്റ്റ് സ്റ്റാൻസിൽ മൊത്തത്തിലും നോക്കി. പിന്നെ അടുത്ത് വന്ന് 3 സ്റ്റാൻസ് ഓരോ പിക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു. വീണ്ടും ലാസ്റ്റ് സ്റ്റാൻസിൽ I told you he keeps a step back and look at that Grecian urn in its entirety as a whole. അതുകൊണ്ടാണ് അടുത്ത അയാൾ പിന്നെയും അതിനെ അഡ്രസ് ചെയ്യുന്നത്. മൊത്തത്തിലാണ് ഇപ്പൊ അഡ്രസ് ചെയ്യുന്നത്. നേരത്തെ പിക്ചറിലുള്ള ഓരോ സാധനത്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത്, ബോൾഡ് ലെവറിനൊക്കെ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പം ആ എൻറ്റയർ പിന്നെ ഗ്രേഷ്യനെ അയാൾ അഡ്രസ് ചെയ്യുന്നത് ഓ ആറ്റിക് ഷേപ്പ്, fair attitude with breed of marble men and maidens overwrought എന്നാണ്. ഇപ്പൊ fair attitude എന്നാണ്, മീൻസ് മൊത്തത്തില് you are giving as a kind of a fair attitude. Attic shape എന്നാണ്. ഈ ആറ്റിക് ഷേപ്പിന് ആള് പല നിലക്ക് പിന്നെ റെഫറൻസ് ഉണ്ട്. ആറ്റിക് എന്നുള്ള എഥേനിയൻ ഷേപ്പ് എന്നാണ്. എഥേനിയൻ ഞാൻ പറഞ്ഞാണ്, ഏതൻ വാസ് ദി സെന്റർ ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക്. അപ്പം ആറ്റിക് ഷേപ്പിന് എഥേനിയൽ ഷേപ്പ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതുപോലെ ആറ്റിക് എന്ന വാക്കിന് പിന്നെ പഴയ പിന്നെ മീൻസ് ഓൾഡ് ഷേപ്പ് എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ വരുന്നത് എഥേനിയൻ ഷേപ്പ്. എഥേനിയൻ മീൻസ് ഗ്രീക്ക്, ഏതൻ മീൻസ് ഗ്രേഷ്യൻ ഏൺ ആണല്ലോ. അപ്പം അന്ന് അവിടെ ഉണ്ടാക്കിയൊരു ഏണിന് ഇവിടെ കൊണ്ടുവച്ചതായിരിക്കാം എന്നുള്ളതുകൊണ്ടാണ് ആറ്റിക് ഷേപ്പ് എന്നതിന് കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് വിത്ത് ബ്രീഡ് ഓഫ് മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ് ഓവർ. ബ്രീഡ് മീൻസ് ഡെക്കറേറ്റ്, മീൻസ് ഇങ്ങനെ ബോർഡേർഡ് ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. വിത്ത് ബ്രീഡ് ഓഫ് മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ് ഓവർ റോഡ് മീൻസ് നേരത്തെ ഫസ്റ്റ് സ്റ്റാൻഡേ പറഞ്ഞ പോലെ കുറെ മെന്നും മെയ്ഡൻസും ഒക്കത്തിന്റെ ചിത്രമല്ലേ. അപ്പൊ he calls these are all marble men and maidens, because maybe these are this in Grecian urn is made out of marble. അതുകൊണ്ട് അതിൽ എൻഗ്രേവ് ചെയ്ത സാധനം ആയതുകൊണ്ടായിരിക്കും അയാൾ അതിനെ മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ്. സിൽവിയൻ ഹിസ്റ്റോറിയൻ നേരത്തെ വിളിച്ചത്. There are forests. It tells us the flowery tales. So there are forest branches. Already പിന്നെ ഹാപ്പി ബോസ് എന്നൊക്കെ വിളിച്ചാണ്. ഫോറസ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ ട്രോഡൻ വീഡ്സ്. ട്രോഡൻ മീൻസ് ഈ വാക്ക് ഇൻ എ സ്പെസിഫിക് വേ ട്രോഡൻ പറയും. അതുപോലെ ചവിട്ടി മരിച്ചാന്നുള്ളതിന് ട്രോഡൻ വീഡ് പറയുന്നത് ഇവിടെ. റൈറ്റ്. അപ്പൊ ട്രോഡൻ വീഡ്സ് ഉണ്ട്, കളകളുണ്ട്. അപ്പം ട്രോഡൻ വീഡ്സും അതുപോലെ തന്നെ ഫോറസ്റ്റ് ബ്രാഞ്ചസും മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസിനെ കൊണ്ട് ഓവർറോട്ട് ചെയ്യപ്പെട്ട ഫെയർ ആറ്റിറ്റ്യൂഡ് ആണ് നീ. യു ആർ ദി ആറ്റിക് ഷേപ്പ്. മൊത്തം
മൊത്തത്തിൽ അതിനെന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് വിളിക്കണം. ലാസ്റ്റ് ആട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ, thou silent form. ഈ സൈലന്റ് ഫോം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനസ്തേഷ്യ എന്ന് പറഞ്ഞ ഫോം എന്ന് പറയുന്നത് വിഷ്വലിന്റെ ഒരു സാധനമാണ്. സൈലൻസ് എന്ന് പറയുന്നത് ഓഡിറ്ററി ആണ്. പിന്നെ വിഷ്വലിന്റെ ഒരു സാധനത്തിന് അല്ല ഓഡിറ്ററി ഒരു സെൻസിനെ അട്രിബ്യൂട്ട് ചെയ്യുന്നത് സൈലന്റ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിനസ്തേഷ്യ, മിക്സിംഗ് ഓഫ് സെൻസസ് ആണ് ഇവിടെ. നോക്കൂ, thou silent form, you are the silent form. Why? You are teasing us out of thought as does eternity teases us. അവിടെയാണ് ഇതിന്റെ പിന്നെ കോൺഫ്ലിക്റ്റ് ശരിക്ക് പറയുന്നത് എന്ന് പറഞ്ഞാല്, യു ആർ ടീസിങ് അസ്, നീ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീസ് ചെയ്യുന്നുണ്ട്. ഏതുപോലെ? ആസ് ദി എറ്റേണിറ്റി ടീസസ് അസ്. കാരണം ഇയാള് ഈ ഗ്രേഷ്യന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് everything is connected with the Grecian urn is eternal. അപ്പം the more he is, അപ്പം അയാൾ എറ്റേണിറ്റിയെ കുറിച്ച് കോൺഷ്യസ് ആവാണ്. അപ്പോൾ ആൾ എറ്റേണിറ്റിയുടെ കോൺഷ്യസ് ആവാൻ കാരണം എന്തുകൊണ്ട് ഗ്രേഷ്യനിലുള്ള എറ്റേണിറ്റി കാണുന്നു വെച്ചാൽ അയാളുടെ ലൈഫിൽ മോർട്ടലാണ്. അയാൾ മോർട്ടൽ ആണെന്ന് അയാൾക്ക് ബോധ്യം വന്ന സമയത്താണ് അയാൾ ഇത് എഴുതുന്നത്. ബിക്കോസ് വിത്തിൻ 1 or 2 years he is going to die. അപ്പം മരണം മുന്നിൽ കണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോർട്ടാലിറ്റി ബോധ്യമുണ്ട്. അതുകൊണ്ട് അയാളെ മുന്നിൽ കാണുന്ന സ്ഥാനത്തിൽ മുഴുവൻ അയാൾ എന്താണ്, എറ്റേണിറ്റി, ഇമ്മോർട്ടാലിറ്റി കാണുകയാണ്. അതുകൊണ്ടാണ് അയാള് അപ്പം നിന്റെ ഈ സൈലന്റ് ഫോം ഈസ് ടീസിങ് മീ as the thought of eternity teases us. അതുകൊണ്ട് he calls this as a pastoral, cold pastoral. പലപ്പോഴും ചോദിച്ച ഭയങ്കര ഫേമസ് ആയ റെഫറൻസ് ആണ് ഈ കോൾഡ് പാസ്റ്ററൽ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് അട്രിബ്യൂഷൻ, ലാസ്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നത് കോൾഡ് പാസ്റ്ററൽ എന്നാണ്. ഇത് ഈ ഗ്രേഷ്യൻ എന്തുകൊണ്ടാണ് ഈ കോൾഡ് പാസ്റ്ററൽ എന്ന് ചോദിക്കുന്നത്? ഒരുപാട് റീസൺസ്. കാരണം ഒന്ന്, കോൾഡ്നെസ്. പിന്നെ ഈ ദിസ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് എന്താണ്, മാർബിൾ ആണ്. മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ് നേരത്തെ പറഞ്ഞാണ്. അപ്പൊ കോൾഡ് പാസ്റ്ററൽ എന്ന് പറഞ്ഞത് കോൾഡ് ആണല്ലോ, മീൻസ് തണുപ്പാണല്ലോ. പാസ്റ്ററൽ എന്ന് പറയാൻ കാരണം പാസ്റ്ററൽ ഇമേജസ് ആണ്. ഐ ടോൾഡ് യു. പിന്നെ ഫോറസ്റ്റ് ബ്രാഞ്ചസ്, സിൽവിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞത് ഫോറസ്റ്റും ഫ്ലവറി ടെയിൽസ്. അപ്പൊ പാസ്റ്ററൽ സീൻസ് ആണ് ഇതിന്റെ മുകളിൽ എൻഗ്രേവ് ചെയ്ത പിക്ചർ. അപ്പൊ കോൾഡ് പാസ്റ്ററൽ എന്ന് പറയുന്നത് പിന്നെ പാസ്റ്ററൽ ഇമേജസ് വിച്ച് ആർ എൻഗ്രേവ്ഡ് അപ്പോൺ എ മാർബിൾ എന്താണ് ഏൺ കൊണ്ടായിരിക്കും വൺ സൈഡ്. ഭയങ്കര സിംബോളിക് ആയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ്നെസ് അറ്റ് ദ സെയിം ടൈം റിമൈൻഡ്സ് us about the death, right? And pastoral that reminds us about the death picture. അതുപോലെ തന്നെ ദി കോൾഡ്നെസ്, പിന്നെ ഈ ഗ്രേഷ്യൻ ഏൺ എന്ന് പറഞ്ഞ സാധനം തന്നെ ഹ്യൂമൻ ആഷസ് ആണല്ലോ. അപ്പൊ അതിന്റെ അകത്തെ ആഷസ് ദാറ്റ് സിംബലൈസസ് ഡെത്ത്, മോർട്ടാലിറ്റി ആണല്ലോ. അതിന്റെ ചുറ്റും എന്താണ്, പാസ്റ്ററൽ ഇമേജസ് ആണല്ലോ. സോ ദി ആഷസ് ഈസ് കവേർഡ് ബൈ പാസ്റ്ററൽ ഇമേജസ് ആണ്. സോ പാസ്റ്ററൽ ഇമേജസ് ആർട്ട് എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ആണ്. ആർട്ട്, പാസ്റ്ററൽ ഇമേജസ് എന്നൊക്കെ പറഞ്ഞ ഇമ്മോർട്ടൽ ആണല്ലോ. ആഷസ്, അതിന്റെ ഉള്ളിലുള്ള സാധനം മോർട്ടൽ ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ഹൗ ഐ ടോൾഡ് യു ദ മോർട്ടാലിറ്റി ഈസ് immortalized. So immortal pastoral images are protecting the mortal ashes inside the the pot. അപ്പൊ അത് വെരി സിമ്പിൾ, വെരി സെൻട്രൽ metaphor of the sperm Grecian urn itself is a kind of a conflict between mortality and immortality. Means നേരത്തെ പറഞ്ഞില്ലേ, only art can immortalize what could have been mortal എന്ന് പറഞ്ഞില്ലേ. അതിന്റെ ഒരു പിന്നെന്താണ്, ബിംബവൽക്കരണമാണ് ശരിക്കും എന്താണ് ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആഷസ് ആണ്, അത് ഡെത്തിന്റെ സിംബൽ ആണ്. അതിനെ എന്താണ് പാസ്റ്ററൽ ഇമേജസ് പൊതിഞ്ഞു നിൽക്കുകയാണ്. അതായത് അതിനെ പാസ്റ്ററൽ ഇമേജസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. So mortality is immortalized here. So what I'm talking is, we have the cold pastoral at the same time keeps the coldness that reminds us about the death, ashes,
mortality, man, and reality. On the other side, pastoral, that second part of the phrase that reminds us about the picture, art, immortality, God, and imagination. So called pastoral at the same time is a conflict between reality and imagination, life and art, mortality and immortality, death and life. അപ്പം ഇതിന്റെ ഒക്കെ ഒരു മീൻസ് കൾമിനേഷൻ ആണ് the called pastoral എന്ന് പറയുന്നത്. So this is why the last address comes as called pastoral. Then he moves and he towards the end he says that when old age shall this generation waste, thou shall remain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the old age will waste this generation. നമ്മളെ ജനറേഷൻ ഒക്കെ എന്ത് ചെയ്യും? ഓൾഡ് ഏജ് ആയി കഴിഞ്ഞു. അടുത്ത ജനറേഷൻ, പുതിയ ജനറേഷൻ വരും. ഓരോ ജനറേഷനും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓൾഡ് ഏജ് ഷാൾ വേസ്റ്റ് ദിസ് ജനറേഷൻ ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ വിൽ കം, ബട്ട് thou shall remain. അങ്ങനെ എത്ര ജനറേഷൻ ഇവിടെ കടന്നു പോയി, എത്ര ആളുകൾ നിന്നെ കണ്ടുപോയി. പക്ഷെ thou shall remain in the midst of other woe. ഈ അതർ വോ എന്ന് പറഞ്ഞ ഗ്രേറ്റ് സോറോ ഓഫ് ഡിസ്ട്രസ്സിനാണ് വോ എന്ന് പറയാം. ഇൻ ദ മിഡിസ്റ്റ് ഓഫ് അതർ വോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കുറെ സങ്കടങ്ങളുമായാണ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇനി പുതിയൊരു തലമുറ വരും, അവര് വേറെ കുറെ സങ്കടങ്ങളുമായി നിന്റെ മുന്നിൽ വരും. ഇൻ ദി മിഡിസ്റ്റ് ഓഫ് അതർ ജനറേഷൻ ആൻഡ് their woes thou shall remain than ours, in the woes than ours, as a friend to man to whom thou sayest. And you will be a friend to men as you are a friend to me into the next generation with their woes other than ours. Thou shall remain as a friend and to whom thou sayest. എന്നിട്ട് എല്ലാരോടും നീ ഒരു കാര്യം മാത്രമാണ് പറയാ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? Beauty is truth, truth beauty. That's all you know on the earth and all you need to know. Beauty is truth. Satyam, Shivam, Sundar എന്നൊക്കെ പറയുന്നത്. Beauty is truth, truth beauty. This is what you have to say, and this is what you have been saying, and you remind me right now, and you will be reminding the next generation in the midst of other woes than ours, when this generation will be wasted by the old age, and to the next generation you will always be a friend to man. You will always be saying this, what? Beauty is truth, truth beauty. Is that all you know on earth? ഇതേ നിനക്ക് earthil അറിയേണ്ടതുള്ളൂ, and all you need to know. And this is what the final message of this poem is. Beauty is truth, truth beauty. And I told you, and he is considered as the poet of beauty in romantic period. ഈ ലാസ്റ്റ് ലൈനിനെ കുറിച്ചിട്ട് 3 ഇമ്പോർട്ടന്റ് കൊട്ടേഷൻസ് ഉണ്ട്. ജസ്റ്റ് പോവാ. റോബർട്ട് ബ്രിഡ്ജസ് ഈ ലാസ്റ്റ് ലൈനിനെ കുറിച്ച് പറഞ്ഞത്, he believed that the final line redeemed an otherwise bad poem. Final line redeemed an otherwise bad poem. എല്ലാം സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് ലൈൻ ഇല്ലെങ്കിൽ ആ മൊത്തം പോം ഒരു ബാഡ് പോം ആവുമായിരുന്നു. ബിക്കോസ് ദ ലാസ്റ്റ് ലൈൻ redeemed. ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് beauty is truth, truth beauty. റോബർട്ട് ബ്രിഡ്ജസ് പറഞ്ഞ ഇതേ ലൈനിനെ കുറിച്ച് T.S. എലിയറ്റ് മെൻഷൻ ചെയ്താണ്. This line means beauty is truth, truth beauty എന്നുള്ള this line strikes me as a serious blemish on a beautiful poem. This line strikes me as a serious blemish on a beautiful poem. Blemish means small mark of flaw or spoil. ഈ ലൈനാണ് ഈ പോയത്തിലെ സ്പോയിലർ എന്നാണ്. മീൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ പോം വളരെ സീരിയസ് ആയ നല്ലൊരു പോം ആകുമായിരുന്നു. അതായത് റോബർട്ട് ബ്രിഡ്ജസ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് T.S. എലിയറ്റ് പറയുന്നത്. ക്ലിയൻ ബ്രൂക്ക് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. Beauty is truth, truth beauty has precisely the same status as the same justification as Shakespeare's ripeness is all. ഷേക്സ്പിയറിന്റെ പിന്നെ കിങ് ലിയറില് പിന്നെ ഫിഫ്ത്ത് ആക്ടിലത്തെ സെക്കൻഡ് സീനാണെന്ന് എന്റെ ഓർമ്മ.
ripeness is all എങ്ങനെയാണോ in character which is supported by the dramatic context അങ്ങനെ വേണം നിങ്ങൾ beauty is truth, truth beauty ഉള്ളതിനെ വായിക്കേണ്ടത് എന്ന് ക്ലിയൻ ബ്രൂക്ക് പിന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണത് ripeness is all ആയിട്ട് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയൻ ബ്രൂക്ക്, മറ്റത് these are the details of this poem. If you have any doubt, you can ask. Otherwise, we can move to the poetic devices and technique and wind up the session. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടതുണ്ടോ പോയത്തിൽ? പറയൂ. ഇല്ല, ക്ലിയർ അല്ല. ഇനി പോയിറ്റിക് ഡിവൈസസിലേക്ക് പോട്ടെ. ഓക്കെ, പോയിറ്റിക് ഡിവൈസ് നോക്കൂ. ആദ്യം ഇതിൽ ചോദിച്ചൊരു പണ്ട് ഒരിക്കൽ ചോദിച്ചൊരു സാധനമാണ് എക്ഫ്രാസിസ്. എക്ഫ്രാസിസ് പറയുന്നത് poetic representation of painting or sculptures in words ആണ്. എന്ന് പറഞ്ഞാല് എന്തിനെങ്കിലും ഒരു സ്കൾപ്ചേഴ്സിനെ കുറിച്ചിട്ടോ പെയിന്റിങ്ങിനെ കുറിച്ചോ ഒരു പോയം എഴുതുന്നതിനെ കുറിച്ചാണ്, വാക്കുകളിലൂടെ അതിനെ വിവരിക്കുന്നതിനെയാണ് എക്ഫ്രാസിസ് എന്ന് പറയുന്നത്. The entire poem is talking about the Grecian urn. It's a sculpture. So this poem is best example for ekphrasis. Next one, apostrophe. ഞാൻ മെൻഷൻ ചെയ്താണ് apostrophe എന്താണെന്നത്. Is in a poetry, apostrophe is a figure of speech in which poet addresses an absent person or abstract idea or a thing. നേരത്തെ പറയാം fair youths, അതുപോലെ തന്നെ ബോൾഡ് ലവർ, അതുപോലെ ഹാപ്പി ബോസിനെ അഡ്രസ്, അങ്ങനെ ഒരാളെ അഡ്രസ് ചെയ്തുകൊണ്ട് പോയട്രിയിൽ വിളിക്കുന്നതിനെയാണ് apostrophe എന്ന് പറയുന്നത്. These are the places we can find apostrophe in this poem. നോക്കൂ, what a green altar, എന്താണ് happy boss, oh attic sheep, thou silent storm, അതുപോലെ തന്നെ എന്താണ് cold temple, ഒക്കെ എന്തിനാ apostrophe എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് personification. വളരെ പോപ്പുലർ ആയ ഡിവൈസ് ആണ് personification. poetic devices means എന്താണ് animal or സാധാരണ ശരിക്കും animate objects that are given human qualities. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ animate qualities are animate thing. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ravished bride. ഈ ബ്രൈഡ് എന്ന് വിളിക്കുന്നത് ശരിക്കും personification ആണ്. ഫോസ്റ്റർ ചൈൽഡ് എന്ന് വിളിക്കുന്നത് personification ആണ്. ഏവിയൻ ഹിസ്റ്റോറി എന്ന് വിളിക്കുന്നത് personification ആണ്. സോഫ്റ്റ് പൈ ഇവിടെ പോയിട്രി പറഞ്ഞത് play on personified here. Then silent form, the Grecian urn is personified here. These are the moments where the personification comes. Next one, rhetorical questions. നമ്മൾ മെൻഷൻ ചെയ്താണ്. Questions is asked just for effect or to give what emphasize on some point being discussed when no real answer is expected. നമ്മൾ പറഞ്ഞാണ് number of questions ഉണ്ട്. നേരത്തെ ഫസ്റ്റ് സെന്റൻസിൽ ഒരുപാട് questions ഇവിടെ ഉണ്ട്. who are these coming to sacrifice we mentioned ആണ് already. നമ്മൾ പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ aphorism. aphorism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ aphoristic style എന്ന് പറഞ്ഞാൽ ബേക്കന്റെ സ്റ്റൈലാണ് നമ്മൾ aphoristic style എന്ന് പറഞ്ഞാൽ it is a statement of truth or opinion expressed in a or witty manner ആണ്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് സാധനം. beauty is truth beauty means lot of ideas are expressed in a limited words. ബേക്കൻ ആണ് നമ്മൾ പറയാം. ബേക്കൻ കുറേ കാര്യങ്ങൾ കുറഞ്ഞ വാക്കിൽ പറയും. അതിനാണ് അഫോറിസം. ഇതിന്റെ ഒരു അഫോറിസ്റ്റിക് സ്റ്റൈൽ യൂസ് ചെയ്തത് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടിയിലാണ്. പിന്നെ പാരഡോക്സ് ഞാൻ മെൻഷൻ ചെയ്തു. Reflection then makes sense. Heard melodies are sweet, those unheard are sweeter. Next one is the beauty is truth beauty. Okay, then paradox an example ആണ്. Next one chiasmus ആണ്. chiasmus എന്ന് പറയുന്നത് it's a figure of speech grammatic. One phrase is inverted the following phrase. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസിന്റെ നേരെ അടുത്ത ഇതിൽ തിരിച്ചിടുക. കണ്ടില്ലേ? ബ്യൂട്ടി ഈസ് ട്രൂത്ത്, അതിന് നേരെ തിരിച്ച്
ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ളത്. അങ്ങനെ ഗ്രാമാറ്റിക്കലി വൺ ഫ്രേസിനെ ഇൻവേർട്ടഡ് ആയിട്ട് ഇടുന്നതാണ് എന്ന് പറയും. എന്താണ് കിയാസ്മസ്, ഷിയാസ്മസ് എന്നാണ്, കിയാസ്മസ് എന്ന് പറയാം. റൈറ്റ്, അതാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. അതുപോലെ അസിൻഡറ്റൻ, അതൊക്കെ ഈ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടിക്ക് ഒരുപാട് അസിൻഡറ്റൻ എന്ന് പറയുന്നത് സെന്റൻസ് കണ്ടെയ്നിങ് എ സീരീസ് ഓഫ് വേർഡ് ക്ലോസ് സക്സഷൻ ലിങ്ക്ഡ് വിത്തൗട്ട് ദി യൂസ് ഓഫ് കൺജങ്ഷൻ. കൺജങ്ഷൻ ഇല്ലാതെ സീരീസ് ഓഫ് വേർഡ്സ് എന്ത് ചെയ്യാം, അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി എന്ന് ഇവിടെ പറയണില്ല. ആൻഡ് ഓർ വന്നു കഴിഞ്ഞാൽ അസിൻഡറ്റൻ ആവാം. ആൻഡ് ഓർ ഉപയോഗിക്കാതെ, അതായത് കൺജങ്ഷൻസ് യൂസ് ചെയ്യാതെ സെന്റൻസ് കണ്ടെയ്നിങ് സീരീസ് ഓഫ് വേർഡ് ഒരു ക്ലോസിനെ ക്ലോസ് സക്സഷൻ ആണ് എന്ത് പറയാം, അസിൻഡ്. അപ്പം ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ളത് ഒരേ സമയം അസിൻഡറ്റൻ ആണ്, ഷിയാസ്മസ് ആണ്, അതുപോലെ പാരഡോക്സ് ആണ്, അതുപോലെ തന്നെ എന്തുവാണ്, അഫോറസിസോ ആണ്. ഈ 4 ടെക്നിക്കുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ അനഫോറ, എത്രയോ തവണ ചോദിച്ചതാണ്. അനഫോറ is a kind of repetition in which words expressed in a repeated at the beginning of numbers of sentences. അതായത് ഒരു ലൈനിന്റെ തുടക്കത്തിൽ ഒരു വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രേസിന്റെ തുടക്കത്തിൽ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുക. തുടക്കത്തിൽ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുകയും അതിനൊരു റെട്ടറിക്, ഒരു എംഫസൈസ് കിട്ടുകയും ചെയ്യുമ്പോഴാണ് അതിനെ രണ്ട് ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നത് ദൗ എന്നുള്ളതാണ്. അതാണ് എന്ത് അനഫോറക്ക് എക്സാമ്പിൾ. റെപ്പിറ്റീഷൻ, കൈൻഡ് ഓഫ് റെപ്പിറ്റീഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് വാട്ടിന്റെ റെപ്പിറ്റീഷൻ കാണാൻ പറ്റും. ഫോർ എവർ എന്നുള്ളതിന്റെ റെപ്പിറ്റീഷൻ. 3 ടൈപ്സ് ഓഫ് അനഫോറയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. മനസ്സിലാക്കിയാൽ മതി. പിന്നെ epizeuxis, the rhetoric device which words phrases are repeated in a quick succession, one after another. For example, means quick succession ൽ വരുന്നതാണ് അതേ വേർഡ് തന്നെ റിപ്പീറ്റ്, കോമ്പിനേഷൻ ഓഫ് വേർഡ് അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്യുന്ന എപ്പിസ്യൂക്സിക്സ് എന്ന് പറയാം. നെവർ നടുവ് ഹാപ്പി എന്നിങ്ങനെ അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പറയാം. നെക്സ്റ്റ് സീജോറ. പിന്നെ ഈ സീജോറ എന്ന് പറയുന്നത് 3 സാധനങ്ങൾ എല്ലാ പോയിട്രിയും പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാണ്. പിന്നീട് എപ്പോഴെങ്കിൽ പറയാന്ന് വിചാരിക്കും. കോമൺ ആയിട്ടുള്ള സീജോറ, എൻഡ് സ്റ്റോപ്പ് ലൈൻ, അതുപോലെ തന്നെ എൻചാൻമെന്റ്. ഈ എൻഡ് സ്റ്റോപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ദി സെന്റൻസ് or സെൻസ് ഓഫ് ദി പോം ends with the end of the line is called. അങ്ങനത്തെ ലൈനാണ് എൻഡ് സ്റ്റോപ്പ് ലൈൻ എന്ന് പറയാ. ആ ലൈനിന്റെ എൻഡിൽ എൻഡ് ചെയ്യാതെ floating the end of one line to another line. The sense of the line is floating from the end of one line to another line is called run-on line or enchantment. അപ്പൊ അതാണ് രണ്ടാമത്തെ ടൈപ്പ് ലൈൻ. മൂന്നാമത്തെ സീജോറ. സീജോറ എന്ന് പറഞ്ഞാൽ സീസർ, സീജോറ, സീസേറിയൻ, CAE വരുന്ന സാധനമൊക്കെ, CAES വരുന്ന സാധനമൊക്കെ കട്ട് ബ്രേക്ക് എന്നാണ് അർത്ഥം. അപ്പം അതെന്ത് പറഞ്ഞാൽ ഒരു ലൈനിന്റെ ഇടയിൽ ഒരു സെൻസ് ബ്രേക്ക് ആവാം. ഒരു ലൈനിന്റെ ഉള്ളിൽ തന്നെ ഒരു സെൻസ് കഴിഞ്ഞ് ഒരു ലൈനിന്റെ ഉള്ളിൽ ബിഗിനിങ്ങിലല്ലാതെ ഉള്ളിൽ എവിടെയെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിനെയാണ് എന്ത് പറയണത്, എ സ്റ്റോപ്പ് ഓർ പോസ് ഇൻ എ മെട്രിക്കൽ ലൈൻ, പിന്നെ often marked by the punctuation or by a grammatical boundary or such phrase is called close is called seashore. പിന്നെ അസണൻസ് അറിയാൻ തോന്നുന്നു. റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ആണ്. ഇവിടെ കൊടുക്കാത്തത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അലിറ്ററേഷൻ, റെപ്പിറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ഒരുപാടുണ്ട്. തീം നോക്കേണ്ടില്ല. സിംബൽസ് പിന്നെ ഒന്നും ആവശ്യമുള്ള സാധനം വൊക്കാബുലറി ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. പിന്നീട് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ജംഷീറിനെ ഞാൻ കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. 43 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജംഷീറിന് ക്വസ്റ്റ്യൻ തന്നാ പോരെ? ഇവിടെ വായിക്കേണ്ടതുണ്ടോ ക്വസ്റ്റ്യൻസ്? വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. 10:28 ആയി. ജനറലി എവിടെയെങ്കിലും എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ പറയാവുന്നതാണ്. 2.5 hours ആയി. ഡൗട്ടിന് ചോദിക്കാം.
കൺഫ്യൂസ്ഡ് ആയ പാട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഉണ്ടോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഒന്നും പറയണ്ടില്ലല്ലോ. ഏതെങ്കിലും പിന്നെ ഡിവൈസസ് ഒക്കെ ക്ലിയർ അല്ലേ? ജസ്റ്റ് പറഞ്ഞു പോയത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, സമയം കുറേ അറിയാം. ലേശം സ്പീഡിലാണ് ഡിവൈസസ് പോയത്. വേണമെങ്കിൽ ഈ നോട്ട്സ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ എനിക്ക് അയച്ചു കൊടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിവൈസിന്റെ പാട്ട് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഓക്കെ, ഞാൻ ലീവ് ചെയ്യട്ടെ. ഓക്കെ ശരി. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലീവ് ചെയ്ത് ഓക്കെ. ശരി ശരി.